തെറ്റൊന്നും ചെയ്തിട്ടില്ല. മാണിക്കുഞ്ഞിനെ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരോ ബോധപൂർവം മാണിക്കുഞ്ഞിനെ കുടുക്കിയതാ. അതാരാണെന്നാ നവീൻ ചോദിക്കുന്നത്. അതെ, കല്യാണം കഴിഞ്ഞ നവീനോടൊപ്പം ഈ കുടുംബത്തിലേക്ക് നീ കേറിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങളെ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യാറൊക്കെ ആയോ? അമ്മേ, വലിയ പണക്കാരിയല്ലേ, അപ്പൊ പിന്നെ ഇന്ന് ചെയ്യാന്നൊക്കെ ആവും. നവീനെ, ഇക്കണക്കിന് പോയാൽ എനിക്ക് തോന്നുന്നതേ നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇവളുടെ അമ്മയുടെ അടിമയായിട്ട് നീ മാറും. അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലേ അമ്മ. നമുക്കിപ്പോ മാണിക്കുഞ്ഞിന്റെ കാര്യമാണ് അറിയാനുള്ളത്. ഞാൻ ഒരു വട്ടം കൂടി എല്ലാവരോടും ചോദിക്കുക, ചെയ്തത് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും നല്ലതാ. പറ, ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ തെറ്റുപറ്റിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. CCTV നോക്കിയതും അത് കണ്ടുപിടിച്ചതും ഞങ്ങളൊന്നും അല്ലല്ലോ, നീ തന്നെയല്ലേ? നവീനെ, കാര്യം എന്താന്ന് തെളിച്ചു പറയേ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മുത്തശ്ശി, ആചാരപ്രകാരം ഈ തറവാടിന്റെ ദേവതകൾ നാഗദേവതകളാണല്ലോ. നാഗദേവതകളുടെ ശക്തിയെക്കുറിച്ച് ഇവിടെ ആർക്കും സംശയമില്ലെന്നാണ് എന്റെ വിശ്വാസം. അമ്മേ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവളോട് ആദ്യം അടങ്ങി അവിടെ നിൽക്കാൻ പറ. ഗാതെ, ഞങ്ങളുടെ തറവാട്ടിലെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചോളാം, നീ ഇടപെടണ്ട. ഗാഥയുടെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ ആരാധികം ചിന്തിക്കണ്ട. ഗാഥ പറയുന്നത് അനുസരിക്കാൻ എന്റെ തീരുമാനം. അതിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. കുടുംബത്തിന്റെ അന്തസ് അറിയാവുന്നവർക്കല്ലേ കാത്തു സൂക്ഷിക്കുന്ന മുതലിന്റെ വില അറിയാവൂ. മുത്തശ്ശി, ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുത്തശ്ശി, കളരിക്കൽ തറവാട്ടിന്റെ പൈതൃകമായ എല്ലാ ആഭരണങ്ങളും ഇതിലില്ലെന്ന് നോക്കിക്കോ. നോക്കാനൊന്നുമില്ല മോളെ, എനിക്ക് മോളെ വിശ്വാസമാ. നോക്കണം മുത്തശ്ശി, നാളെ ഒരു സമയം ഗാഥ കൊണ്ടുവന്ന പെട്ടിയില് മുഴുവൻ ആഭരണങ്ങളും ഇല്ലാന്നുള്ള കഥ കൂടി ഇവര് പറഞ്ഞുണ്ടാക്കും. മാണിക്കുഞ്ഞെ, ഇങ്ങ് വാ. നീ ഈ കുടുംബത്തിനോട് ക്ഷമിക്കേ. നിന്നെ ഇവിടുന്ന് പുറത്താക്കിയതിനു ശേഷം ഒരാള് പോലും നേരെ ചൊവ്വേ സംസാരിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങിപ്പോയതിന്റെ വിഷമം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും.
മുത്തശ്ശി, ഞാൻ നടക്കുന്നത് ഒരു വലിയ പണക്കാരന്റെ കൂടെയാണെന്ന് എനിക്കറിയാം. പക്ഷെ വഴിതെറ്റി പോലും എനിക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ഒരു നാണയം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മാണിക്കുഞ്ഞെ, വല്ലാത്ത ദ്രോഹമാണ് ഞങ്ങളെ കൊണ്ട് ഇവര് ചെയ്യിപ്പിച്ചത്. അതിന് അവർക്ക് ശിക്ഷ ദൈവം കൊടുത്തോളൂ. നവീൻ ഒരു പെണ്ണിനെ കണ്ടെത്തിയെന്നല്ല, കളരിക്കൽ തറവാട് അതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഒരാളെ കണ്ടെത്തിയെന്ന് വേണം പറയാൻ. നവീൻ, ഇവളെ നിനക്ക് വേണ്ടി ദൈവം കണ്ടെത്തിയതാ.